മതതീവ്രവാദികളുടെ ആക്രമണ വാർത്തകൾ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ദേവാലയങ്ങളിലും തെരുവുകളിലും ചന്തകളിലും ആക്രമണങ്ങൾ അരങ്ങേറുന്നു. കാരണങ്ങളില്ലാതെ പ്രകോപിതരാവുകയും മാന്യതയില്ലാതെ പ്രതികരിക്കുകയും മര്യാദയില്ലാതെ ആക്രമിക്കുകയും ചെയ്യുന്ന കാടത്തരത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്. വിവിധ കാരണങ്ങളാൽ പിറന്നു വീണ നാടും രാജ്യവും വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്നവരോട് ഹൃദയം തുറന്ന സമീപനമായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടേത്. എന്നാൽ യൂറോപ്പ് ഇന്ന് ഹൃദയം തകർന്ന് കരയുകയാണ്. അഭയം തന്നവരെ തന്നെ ആക്രമിച്ചുകൊണ്ട് തങ്ങളുടെ ഗൂഢതന്ത്രങ്ങളെ പ്രയോഗത്തിലാക്കുന്ന തീവ്ര മതമൗലികവാദികളും ഭീകരരും സ്വതവേ സമാധാനപ്രേമികളും സംസ്കാരചിത്തരുമായ യൂറോപ്യൻ ജനതയെ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുടിയേറ്റം, അഭയാർത്ഥി പ്രവാഹം, രാഷ്ട്രീയവും മതപരവുമായ കാരണങ്ങളാലുള്ള പലായനങ്ങൾ എന്നിവ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും കൂടുതൽ മെച്ചമായ സാഹചര്യങ്ങൾ തേടിയും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും കുടിയേറ്റം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ ആസൂത്രണം ചെയ്യപ്പെടുന്നതും വ്യക്തമായ അജണ്ടകളോട് കൂടിയതുമായ കുടിയേറ്റങ്ങളുമുണ്ട് എന്ന തിരിച്ചറിവും ഇന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട്. കുടിയേറ്റം മതപരവും രാഷ്ട്രീയവുമായ കടമയായി കരുതുന്നവരുണ്ട്. ആഗോളതലത്തിൽ നടക്കുന്ന കുടിയേറ്റങ്ങളിൽ അതിൻ്റെ കാരണം കൊണ്ടും ലക്ഷ്യം കൊണ്ടും സവിശേഷതയുള്ളതാണ് ഹിജ്റ അഥവാ ഉപേക്ഷിച്ചു പോകൽ എന്ന കുടിയേറ്റ ശൈലി. ഇതിന് മതപരമായ ലക്ഷ്യങ്ങളോടൊപ്പം രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നതായി ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. മതപ്രചരണത്തിനും മതരാഷ്ട്ര സ്ഥാപനത്തിനുമുള്ള വ്യക്തിപരവും സാമൂഹികവുമായ കടമ എന്ന നിലയിൽ ഇന്നും ഇത്തരം പലായനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ബുദ്ധികേന്ദ്രത്തിൻ്റെയോ വ്യക്തികളുടെയോ പ്രവർത്തനം എന്നതിനേക്കാൾ ലോകമാകെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന റാഡിക്കൽ മൂവ്മെൻറ്റിൻ്റെയും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളുടെയും സമ്മിശ്ര പ്രവർത്തന ഫലവുമാണ് ഇത് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഒരു വലിയ വിഭാഗം ജനങ്ങൾ 2015 യൂറോപ്യൻ യൂണിയനിലേക്ക് അഭയം തിരഞ്ഞ് പ്രവഹിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് യൂറോപ്പിലുണ്ടായ പ്രതിസന്ധിയെ യൂറോപ്യൻ അഭയാർത്ഥി പ്രതിസന്ധി, യൂറോപ്യൻ മൈഗ്രന്റ് ക്രൈസിസ് എന്ന് വിളിക്കുകയാണ്. ഇസ്ലാമിക സ്റ്റേറ്റിനെ ഭയന്നോടുന്ന സിറിയക്കാർ, ഭരണകൂട മർദ്ദനത്തെ ഭയന്നോടുന്ന എരിത്രിയക്കാർ, പട്ടിണി കൊണ്ട് പലായനം ചെയ്യുന്ന അഫ്ഗാനികൾ, ദാരിദ്ര്യം, യുദ്ധം, മതപീഡനം എന്നിവ കൊണ്ട് പൊറുതിമുട്ടിയ ഡാർഫർ, സോമാലിയ, നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ തുടങ്ങി ലക്ഷക്കണക്കിന് മനുഷ്യരാണ് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റത്തിനായി യാത്ര തിരിച്ചിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലം, സമാധാനപരമായ ജീവിതാന്തരീക്ഷം, ഉയർന്ന ജീവിത നിലവാരം, സ്ഥിരതയുള്ള സമ്പദ് വ്യവസ്ഥ എന്നിങ്ങനെ അഭയാർത്ഥികളെ യൂറോപ്പിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങൾ നിരവധിയാണ്. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ സമീപത്തുള്ള സമ്പന്ന മുസ്ലിം രാഷ്ട്രങ്ങളെ ഒഴിവാക്കിയാണ് യൂറോപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ യൂറോപ്പിലേക്ക് പലായനം ചെയ്യുന്ന അഭയാർത്ഥികളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള അതിതീവ്ര വിഭാഗക്കാരും വ്യാപകമായി കടന്നുകൂടിയിരുന്നു എന്നതിലാണ് അപകടം പതിയിരിക്കുന്നത്. ഇക്കൂട്ടർ യൂറോപ്പിൻ്റെ ആഭ്യന്തര സമാധാനവും ദേശീയ സുരക്ഷയും ഇല്ലാതാക്കും എന്ന വിലയിരുത്തൽ വാസ്തവമായി കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് സ്ഥിരമായിട്ടെന്നവണ്ണം നാം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വടക്കൻ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടന്നു വരാനുള്ള വാതായനങ്ങളായ ഗ്രീസും ഇറ്റലിയും അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ദുരിതങ്ങൾ നേരിടുന്ന രാജ്യങ്ങളാണ്. മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പൊതുധാരണകളൊന്നും തന്നെ രൂപപ്പെട്ടിട്ടില്ല. ഹംഗറി പോലുള്ള രാജ്യങ്ങൾ
കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ജർമ്മനിയും സ്വീഡനും കൂടുതൽ തുറവിയോടെ അഭയാർത്ഥികളോട് ഇടപെട്ട യൂറോപ്യൻ രാജ്യങ്ങളാണ്. 2015 മുതൽ വലിയ അളവിലാണ് ജർമ്മനി അഭയാർത്ഥികളെ സ്വീകരിച്ചത്. നമ്മൾ ശക്തരാണ്, നമുക്കിത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാണ് ജർമ്മൻ ചാൻസലർ ഏഞ്ചല മാർക്കൽ ഏതാണ്ട് 10 ലക്ഷത്തോളം പേരെ ആ നാളുകളിൽ തന്നെ അഭയാർത്ഥികളായി സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് അപ്രകാരം സ്വീകരിച്ചവരെയൊക്കെ ബലപ്രയോഗത്തിലൂടെ പോലും ആഫ്രിക്കയിലേക്കും മധ്യപൂർവ്വ ദേശങ്ങളിലേക്കും ഏഷ്യയിലേക്കുമൊക്കെയായി ജർമ്മനി തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ജർമ്മൻ യുവതികളെ അഭയാർത്ഥികൾ ദുരുപയോഗിച്ചതും മറ്റതിക്രമങ്ങളും നിമിത്തമാണ് ജർമ്മനി തൻ്റെ അഭയാർത്ഥി നയത്തിൽ മാറ്റങ്ങൾ വരുത്തിയത്. ആഫ്രിക്കയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രീസ്, ഇറ്റലി എന്നീ രാജ്യങ്ങൾ വഴി മാസിഡോണിയയിലേക്കും തുടർന്ന് സെർബിയ, ഹംഗറി, ഓസ്ട്രിയ എന്നിവയുടെ അതിർത്തി കടന്ന് ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ പോലുള്ള സമ്പന്ന രാജ്യങ്ങളിലേക്കും കയറിച്ചെന്ന് വാസമുറപ്പിക്കാനാണ് 10,000-കണക്കിന് അഭയാർത്ഥികൾ ആഗ്രഹിക്കുന്നത്. 22 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നോർവേ, സ്വിറ്റ്സർലൻഡ്, ഐസ്ലൻഡ്, ലങ്കാസ്റ്റർ തുടങ്ങിയ യൂറോ ഇതര രാജ്യങ്ങളും ചേർന്നെഴുതിയ ഷെങ്കൺ വിസ നിയമപ്രകാരം ഈ രാജ്യങ്ങളിലേക്കെല്ലാം പാസ്പോർട്ട് രഹിത സഞ്ചാരം അനുവദനീയമാണ്. എന്നാൽ അഭയാർത്ഥി പ്രവാഹങ്ങൾ മിക്കതും ഷെങ്കൺ വിസ നിയമത്തിൻ്റെ ഉടമ്പടികളെ ലംഘിച്ചുകൊണ്ടാണ് അരങ്ങേറുന്നത്. യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും കൂടുതൽ മനുഷ്യത്വപരമായി അഭയാർത്ഥി പ്രവാഹത്തെ കൈകാര്യം ചെയ്യണമെന്ന് ലോകമെമ്പാടും നിന്ന് ആവശ്യമുയരുന്നുണ്ട്. എങ്കിലും സാമ്പത്തിക മാന്ദ്യവും അഭയാർത്ഥികളിൽ നിന്നുണ്ടാകുന്ന അതിക്രമങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതികരണങ്ങളെ നാൾക്കുനാൾ പ്രതികൂലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അഭയാർത്ഥികളോടുള്ള യൂറോപ്പിൻ്റെ മനോഭാവത്തെ സ്വാധീനിച്ച പ്രധാന വ്യക്തിത്വം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ്. അഭയാർത്ഥികളോടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകൾ വ്യാപകമായ വിമർശനങ്ങളാണ് പക്ഷേ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പീഡിതരും നിസ്സഹായരുമായ ഒരു ജനവിഭാഗത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തുവിൻ്റെ പാത തന്നെയാണ് പിന്തുടരുന്നത് എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. ആരെയും, പ്രത്യേകിച്ച് ദരിദ്രരെയും അവശത അനുഭവിക്കുന്നവരെയും നമ്മോടുള്ള അവരുടെ മനോഭാവങ്ങൾക്കും സമീപനങ്ങൾക്കും അതീതമായി ചേർത്ത് പിടിക്കണം എന്നത് തന്നെയാണ് ക്രൈസ്തവ സ്നേഹം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണങ്ങളും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അധിനിവേശ ശ്രമങ്ങളും കുടിയേറ്റത്തിൻ്റെ മറവിൽ നടക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ കുടിയേറ്റത്തെ പൂർണ്ണമായും ഇസ്ലാമിക മുന്നേറ്റമായിട്ടാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മധ്യപൂർവ്വ ദേശത്തു നിന്നുമൊക്കെ പലായനം ചെയ്യുന്നവരിൽ ക്രൈസ്തവരടക്കമുള്ള മറ്റ് ജാതി മത വിഭാഗങ്ങളുമുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ ഊന്നിപ്പറഞ്ഞ പ്രവൃത്തിയായിരുന്നു ഇറാഖിലെ എർബിലിലുള്ള അഭയാർത്ഥികളോട് മാർപ്പാപ്പ പ്രദർശിപ്പിച്ചത്. അവർക്ക് നൽകിയ ധനസഹായത്തോടൊപ്പം വിശുദ്ധ ബലിക്ക് ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളും മാർപ്പാപ്പ അവർക്ക് അയച്ചു കൊടുത്തിരുന്നു. 2014 ജനുവരി 19 ഞായറാഴ്ച അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും വേണ്ടിയുള്ള ദിനമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആചരിച്ചത്. അന്നേ ദിനം അഭയാർത്ഥികളെ സന്ദർശിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചു. 2015 സെപ്റ്റംബറിൽ റോമിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ വിശുദ്ധ കുർബാന മധ്യേ യൂറോപ്പിലെ എല്ലാ കത്തോലിക്ക ഇടവകകളും ഒരഭയാർത്ഥി കുടുംബത്തെ ദത്തെടുക്കണം എന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. അന്ധനെയും കുരുടനെയും സുഖപ്പെടുത്തിയ വചന സന്ദർഭത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ ബധിരതയും സ്വയം ഉൾവലിയുന്ന നിശബ്ദതയും ഇല്ലാതാക്കണമെന്നും വിശപ്പിൻ്റെയും യുദ്ധത്തിൻ്റെയും ഇരകളായി കഴിയുന്നവർക്ക് സ്ഥിരമായ പ്രതീക്ഷ നൽകണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. ഗ്രീക്ക് ദ്വീപായ ലെസ്ബോസിൽ നിന്ന് 3 അഭയാർത്ഥി കുടുംബങ്ങളെ കൂടെ കൂട്ടിയാണ് 2016 ഏപ്രിൽ മാസത്തിൽ മാർപ്പാപ്പ റോമിലേക്ക് തിരിച്ചെത്തിയത്. 2017 ക്രിസ്മസ് ദിനത്തിൽ ജോസഫും മേരിയും അഭയാർത്ഥികളായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ പാതയിലാണ് അഭയാർത്ഥികൾ സഞ്ചരിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ജീവിതം നഷ്ടമാകും എന്ന അവസ്ഥയിൽ ജീവിക്കുന്ന അഭയാർത്ഥികളെ അവരുടെ സ്വന്തം മണ്ണിൽ തിരിച്ചെത്തിക്കണമെന്നും
അവരുടെ വേദനകൾ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും പാപ്പ വിശദീകരിച്ചു. യൂറോപ്പിൽ തന്നെ അഭയാർത്ഥികൾക്ക് സ്ഥിരതാവളം ഒരുക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് അവരുടെ സ്വന്തം നാടുകളിലേക്ക് സുരക്ഷിതമായി അവരെ തിരിച്ചെത്തിക്കുന്നതിനെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് 2017 ക്രിസ്മസ് രാത്രിയിൽ സംസാരിച്ചത്. തീവ്രവാദത്തെക്കുറിച്ചുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകളും പഠനാർഹമാണ്. എല്ലാവരും തീവ്രവാദികളല്ല എന്ന സത്യം അംഗീകരിക്കുമ്പോഴും തീവ്രവാദത്തെ യാതൊരു വിധത്തിലും ന്യായീകരിക്കാനാവില്ല എന്ന കർശന നിലപാടും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അന്ധമായ വംശീയ വിദ്വേഷത്തെ എതിർത്തുകൊണ്ട് മ്യാൻമറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കായി സംസാരിച്ച മാർപ്പാപ്പ തന്നെയാണ് അർമേനിയ സന്ദർശിച്ചപ്പോൾ അർമേനിയൻ ക്രൈസ്തവരുടെ കൂട്ടക്കൊലയെ അർമേനിയൻ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചത്. 1915 15 ലക്ഷം ക്രൈസ്തവർ കൊല്ലപ്പെട്ട പ്രസ്തുത കൂട്ടക്കൊല വംശഹത്യയാണ് എന്ന തൻ്റെ മുൻ നിലപാട് എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആവർത്തിച്ച മാർപ്പാപ്പ തുർക്കിയെ പ്രകോപിപ്പിക്കുകയും തൽഫലമായി തുർക്കി വത്തിക്കാനിലെ തങ്ങളുടെ സ്ഥാനപതിയെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. ഏകപക്ഷീയമോ വൈകാരികമോ ആയ വിലയിരുത്തലുകളിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭയാർത്ഥികളോടൊപ്പമുള്ള നിലപാടുകളെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്നതാണ് ഈ പറഞ്ഞവയെല്ലാം സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര കലാപവും യുദ്ധക്കെടുതികളും പട്ടിണിയും മൂലമുണ്ടാകുന്ന അഭയാർത്ഥി പ്രവാഹങ്ങൾക്ക് പിന്നിൽ ഗൂഢോദ്ദേശ്യങ്ങളുണ്ട് എന്ന തിരിച്ചറിവിലേക്കാണ് യൂറോപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കരുണയോടൊപ്പം ചതിയും തന്ത്രങ്ങളും കൂടി മുൻകൂട്ടി കാണാൻ യൂറോപ്പിലെ രാഷ്ട്രത്തലവന്മാർ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. അഭയാർത്ഥി സംരക്ഷണത്തിന് ക്രൈസ്തവ യൂറോപ്പ് പ്രകടിപ്പിച്ച തുറവി വളരെ വ്യാപകമായി ദുരുപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ അവർക്കെടുത്തു കാണിക്കാനുണ്ട്. യൂറോപ്പിൻ്റെ ക്രൈസ്തവ പാരമ്പര്യത്തിന് വെല്ലുവിളി ഉയർത്താനും ഇസ്ലാമിക തീവ്രവാദികൾക്ക് യൂറോപ്പിലെത്താനും അനിയന്ത്രിതമായ അഭയാർത്ഥി പ്രവാഹം കാരണമാകുന്നു എന്നത് ഒരു സത്യം തന്നെയാണ്. ജർമ്മനിയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഉടനീളം ദേവാലയങ്ങളെക്കാൾ മോസ്കുകളാണ് എന്ന് പറഞ്ഞ ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കലും ബ്രിട്ടനെ രൂപപ്പെടുത്തിയത് ക്രൈസ്തവ വിശ്വാസമാണ് എന്ന് സമർത്ഥിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയും ചൂണ്ടിക്കാട്ടുന്നത് ഇസ്ലാമികവൽക്കരണം ഒരു ഗൂഢപദ്ധതിയാണ് എന്ന അന്താരാഷ്ട്ര ആശങ്കയിലേക്ക് തന്നെയാണ്. തിരുസഭ ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ വിരുദ്ധ ശക്തികൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ തിരുസഭയുടെ ധാർമ്മികതയെയും ശക്തമായ ഘടനയെയും വളരെ ഫലപ്രദമായി ദുരുപയോഗിക്കുന്നു എന്ന കസാക്കിസ്ഥാനിലെ അസ്താന അതിരൂപത സഹായമെസ്ത്രാൻ അത്തനേഷ്യസ് ഷ്നീഡറുടെ പരാമർശം വളരെ ശ്രദ്ധേയമാണ്. കുടിയേറ്റത്തെ പിന്തുണയ്ക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട അനാരോഗ്യ പ്രവണതകളെ ചൂണ്ടിക്കാട്ടാൻ ക്രൈസ്തവ സഭാ നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന ആരോപണവും ഇപ്പോൾ ലോകമെമ്പാടും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കുടിയേറ്റം എങ്ങനെ ജർമ്മനിയെ രൂപാന്തരപ്പെടുത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നതിൽ ജർമ്മൻ ജനത പരാജയപ്പെട്ടു എന്ന ജർമ്മൻ ചാൻസലറുടെ കുമ്പസാരത്തിലും അനിയന്ത്രിത കുടിയേറ്റം യൂറോപ്പിനേൽപ്പിക്കുന്ന ആഘാതത്തിൻ്റെ നൊമ്പരമാണ് പ്രകടമാകുന്നത്. യൂറോപ്പിലേക്ക് അഭയാർത്ഥി പ്രവാഹം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അഭയാർത്ഥികളായി എത്തുന്നവർ നടത്തുന്ന ഭീകരാക്രമണങ്ങളും ആനുപാതികമായി വർദ്ധിച്ചു വരികയാണ്. കുടിയേറ്റക്കാരോടൊപ്പം ഇസ്ലാമിക തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നതും കുടിയേറി വന്നവർ തന്നെ ഭീകരവാദത്തിൻ്റെ പ്രചരണ തന്ത്രങ്ങളിൽ പെട്ടുപോകുന്നതും സംഘടിത ആക്രമണങ്ങൾക്ക് മുതിരുന്നതും ഇപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള സ്ഥിരം വാർത്തകളാണ്. 2015 നവംബർ 13 ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ നടന്ന ആക്രമണ പരമ്പര ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചതാണ്. പാരീസിന്റെ വിവിധ ഭാഗങ്ങളിലെ ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, സ്റ്റേഡിയം, തിയേറ്റർ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ 150ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. 3 സംഘങ്ങളായി തിരിഞ്ഞ് ആക്രമണം നടത്തിയ IS ഭീകരരിൽ ഒരു മലയാളിയും പങ്കാളിയായിരുന്നു. 2016 മാർച്ച് 22 ബെൽജിയത്തെ ബ്രസൽസിൽ വിമാനത്താവളത്തിലും മെട്രോ ട്രെയിനിലുമായി നടന്ന ചാവേർ സ്ഫോടനത്തിൽ
32 പേരാണ് കൊല്ലപ്പെട്ടത്. 2017 ബ്രസൽസിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ചെറിയ ഒരു സ്ഫോടനം നടന്നിരുന്നു. 2017 മാർച്ച് മാസത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ നടന്ന ഭീകരാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. IS ഉത്തരവാദിത്വം പിന്നീട് ഏറ്റെടുത്തു. അതേസമയം തന്നെ ബെൽജിയത്തിലെ ആന്റ്വർപ്പിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റാൻ ശ്രമിച്ച മുസ്ലിം ഭീകരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഭീകരാക്രമണങ്ങളുടെ നീണ്ട നിരയാണ് യൂറോപ്പിനെ പിന്നീട് കാത്തിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ചെറിയ ചെറിയ ഇടവേളകളിൽ ഭീകരരുടെ തീവ്രവാദികളുടെ ആക്രമണങ്ങൾ യൂറോപ്പിനെ ഞടുക്കിക്കൊണ്ടിരുന്നു. ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന ഭീകരാക്രമണത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. നീസിലെ നോത്രദാം കത്തീഡ്രലിൽ നടന്ന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ നടന്ന വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. സമാനമായ വാർത്തകൾ കൊണ്ട് മാധ്യമങ്ങൾ നിറയുകയാണ്. യൂറോപ്യൻ ജനത ഭീതിയിലേക്ക് വഴുതി വീഴുന്നു. ക്രൈസ്തവ സംസ്കാരത്തിൽ അടിയുറച്ച് സമാധാനപ്രിയരായി ജീവിച്ചിരുന്ന ഒരു ജനത ഇപ്പോൾ ആധിയിലും വ്യാധിയിലും ജീവിതം തള്ളി നീക്കുകയാണ്. ദേവാലയത്തിലും തെരുവുകളിലും റെസ്റ്റോറൻറ്റുകളിലും പോലും പ്രാണഭയത്തോടെയല്ലാതെ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം എന്തൊരു ദുരവസ്ഥയാണ്. ഈ സംഭവ വികാസങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ അഭയാർത്ഥികളുടെ ഒഴുക്ക് തടയാൻ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. അതിർത്തിയിലെ പരിശോധന കർശനമാക്കിക്കൊണ്ടാണ് ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭീകരാക്രമണങ്ങളോട് പ്രതികരിക്കുന്നത്. സെർബിയയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ഹംഗറി ശക്തമായ മുള്ളുവേലി സ്ഥാപിച്ചു കഴിഞ്ഞു. റെയിൽവേ ലൈനും വിച്ഛേദിച്ചു. യൂറോപ്യൻ യൂണിയൻ ആഭ്യന്തര മന്ത്രിമാരുടെ യോഗം ബ്രസൽസിൽ ചേർന്നതിന് പിന്നാലെയാണ് ഇത്തരം നീക്കങ്ങൾ ഈ ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. അഭയാർത്ഥികളുടെ പുനരധിവാസത്തിന് യൂറോപ്യൻ യൂണിയൻ തയ്യാറാക്കിയ രൂപരേഖയ്ക്ക് അംഗരാജ്യങ്ങളുടെ അനുമതി ലഭിക്കില്ല എന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ഈ നടപടികൾ. തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുമ്പോഴും തീവ്രവാദികൾ മുഴുവൻ ഒരേ മതക്കാരായി മാറുന്നത് മതത്തിൻ്റെ പ്രശ്നമാണോ, മതത്തിൻ്റെ ഉള്ളിലെ തീവ്ര നിലപാടുകളുടെ പ്രശ്നമാണോ എന്നത് ചിന്തനീയമാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും നിലനിന്നിരുന്ന ഇടങ്ങളിലെല്ലാം അശാന്തി വിതയ്ക്കുന്ന അക്രമങ്ങളും ക്രൂരതകളും എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിത ശൈലിയായി മാറുന്നത് എന്ന് 21-ാം നൂറ്റാണ്ടിലെ സംസ്കാര ചിത്തമായ പൊതുസമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യവിരുദ്ധവും അനാത്മീയവുമായ പ്രബോധനങ്ങളും അബദ്ധ ആചാരങ്ങളും പൊതുസമൂഹത്തിൽ നിയമപരമായി തന്നെ നിരോധിക്കാൻ ഭരണകൂടങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. യൂറോപ്പ് അതിന് മുൻകൈയെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.